ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എഡി ഫിറ്റ്നസ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. കുറെ നാളുകളായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നുണ്ടാവില്ല, കാരണം കുറെ കാര്യങ്ങളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവുന്ന പറയാണ്. അപ്പോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറെ പേര് നമുക്ക് മെസ്സേജ് അയക്കുണ്ടായി, ആ വീഡിയോ ക്ലിയർ അല്ല, അതുപോലെ ആ വീഡിയോയിൽ ഓഡിയോ ക്ലിയർ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാനും വീഡിയോ കണ്ടു നോക്കിയപ്പോൾ ശരിയാണ്, അതിന്റെ ഓഡിയോ ക്ലിയർ അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ വീഡിയോ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോസ്റ്റ് ഓഫ് ദ ക്ലയൻസിനും നമ്മുടെ ജിമ്മിൽ എപ്പോഴും ഉണ്ടാവുന്ന സംശയവും അതുപോലെ തന്നെ തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, ഇന്ന് ഞാൻ കുറെ വേർത്തു, എന്റെ ബോഡിയിൽ നല്ലതായിട്ട് ഫാറ്റ് ബേൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ കുറെ നാൾ ഒരുപാട് വേർത്തിട്ടും എന്റെ ബോഡിയിൽ ഫാറ്റ് ലോസ് ആയിട്ടില്ലല്ലോ, എനിക്കൊരു ചേഞ്ചിങ് കാണുന്നില്ല. AC ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നോർമൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണോ നല്ലത്? അപ്പോൾ ഞാൻ വേർക്കുമ്പോൾ എത്രത്തോളം എനിക്ക് ഫാറ്റ് ബേൺ ആവുന്നുണ്ട്? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. അപ്പൊ ഇതിനെല്ലാം കൂടിയുള്ള ഒരു ക്ലിയറൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തിനാണ് നമ്മൾ വേർക്കുന്നത്? നമ്മളെല്ലാവരും വേർക്കാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തിനാണ് നമ്മൾ വേർക്കുന്നത്? ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി വേർക്കുന്നത് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ബോഡിക്ക് ഒരു ചൂടുണ്ടാവും, ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമാണ് നമ്മുടെ ബോഡി വേർക്കാന്നുള്ളത്. അതിപ്പോ ചിലരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് വേർക്കും, അല്ലെങ്കിൽ ചിലർ AC റൂമിൽ ഇരിക്കുമ്പോൾ വേർക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഓരോ രീതിയിലായിരിക്കും വേർക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് വേർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, ചിലർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തും വേർക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ വേർക്കാത്ത ആൾക്കാർ ഒരുപാട് ഫാറ്റ് ലോസ് ആവുന്നില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമാണ് നമ്മുടെ ബോഡി വേർക്കാന്നുള്ളത്. വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും വേർക്കും, വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുക, അങ്ങനെയൊക്കെയുള്ള സംസാരിക്കുമ്പോൾ വേർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ഒരു അവസ്ഥയാണ്. ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വേർപ്പിന് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്താണ് നമ്മൾ വേർക്കുക, അല്ലെങ്കിൽ എപ്പോൾ വേർക്കും, എങ്ങനെ വേർക്കും, എത്രത്തോളം വേർക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ചിലപ്പോൾ കാറിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം സീറ്റിൽ ചാരി ഇരിക്കുമ്പോൾ നമുക്ക് വേർക്കുന്നുണ്ടാവാം. അതുപോലെ എന്തായാലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മിക്കവരും എന്തായാലും വേർക്കുക, അതെല്ലാം സ്വാഭാവികമാണ്. സോ വേർക്കുക എന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ മാത്രമാണ് നമ്മൾ ആദ്യമേ മൈൻഡിൽ സെറ്റ് ചെയ്തേക്കുക. ഏതൊക്കെ സാഹചര്യങ്ങളാണ് വേർക്കുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ ഇരിക്കുകയാണ്, അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും കൂടുതൽ വേർക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഔട്ട്ഡോർ എക്സസൈസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ഔട്ട്ഡോർ ചെയ്യുന്നവരുണ്ടാവും, സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്ഡോർ പുറത്ത് ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നവർ, അപ്പൊ അവർക്ക് കൂടുതൽ വേർക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ, അതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഈ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് തന്നെ പണികളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവര്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം ഒരുപാട് വേർക്കാനുള്ള ഒരു സാഹചര്യങ്ങളാണ്. വേറൊന്നും കൂടി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് വേർക്കുന്നത് നല്ലതല്ല. നമ്മുടെ ആ വേർക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ തന്നെ വാട്ടറാണ് പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സോഡിയം ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം തോന്നാനുള്ള ചാൻസ് കൊടുക്കുക. പലരും തലയിറങ്ങി വീഴുന്നത് കണ്ടിട്ടുണ്ടാവും. കൂടുതൽ വേർക്കുമ്പോഴാണോ ഫാറ്റ് കൂടുതൽ ബേൺ ആവുന്നത്? നമ്മൾ നേരത്തെ ഒരു കാര്യം പറയണ്ടായി, വേർക്കുക എന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് നമ്മൾ നേരത്തെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഈ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക, കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ വേർക്കുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. നമ്മുടെ ബോഡിയുടെ ഫാറ്റ് അങ്ങനെ ബേൺ ആവുന്നില്ല. അത് നിങ്ങൾ ഏതൊക്കെ ഡോക്ടേഴ്സിനെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ നമ്മുടെ ജിമ്മിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ജാക്കറ്റ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറെ ബെൽറ്റുകൾ യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. വേർക്കുമ്പോൾ ഒരുപാട് ഫാറ്റ് പോകും എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ കുറെ ബെൽറ്റുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അതും നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ അതൊരു എന്താ പറയാ, ഒരു ചതി തന്നെയെന്ന് ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങളുടെ പൈസ നഷ്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള പ്രോസസ് മാത്രമാണ് വേർക്കുക. ഇങ്ങനെ ഒരുപാട് എനർജി നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും എനർജി ഡ്രിങ്ക്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ് പോലത്തെ സംഭവങ്ങളെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തോരം വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കുക. അതായത് നന്നായിട്ട് വെള്ളം കുടിച്ച്, അതുപോലെ തന്നെ നമ്മൾ ആ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ വേർക്കുമ്പോൾ നമ്മുടെ നല്ല രീതിയിൽ ഹോർമോൺസ് എല്ലാം ബൂസ്റ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പലർക്കും ബോഡിയിൽ വേർക്കുമ്പോൾ ഫാറ്റ് വേണമെന്നുള്ള സംശയങ്ങളൊക്കെ കുറെ സമയത്ത് തോന്നുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, AC ജിം ആണെങ്കിലും കുഴപ്പമില്ല, നോൺ AC ജിം ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എവിടെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് വർക്കൗട്ട് അപ്പോൾ അത് നമ്മുടെ ആ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്ന സ്ഥലത്തൊന്നുമില്ല, നമുക്ക് എപ്പോ വേണമെങ്കിലും എവിടെ നിന്നാണെങ്കിലും വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ്, ജിമ്മിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്കൗട്ടിന് വരുന്ന സമയത്ത് വെയിറ്റ് നോക്കുക, വർക്കൗട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വേർത്തിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കുമ്പോൾ എന്തായാലും വെയിറ്റ് കുറഞ്ഞേ കാണിക്കുള്ളൂ. അത്രയും വാട്ടർ നമ്മളവിടെ വേർത്ത് പോയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ട് പിന്നെയും പോയി നോക്കി വെയിറ്റ് കൂടിയതായിട്ട് കാണിക്കും. അപ്പോൾ ഈ വർക്കൗട്ടിന് വന്ന സമയത്തും കഴിയുമ്പോഴും വെയിറ്റ് നോക്കുക, ഇതെല്ലാം വെറുതെ ഒരു വെയിറ്റ് നോക്കിയാൽ നമുക്ക് അത്ര പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫാറ്റ് ബേൺ ആവുന്ന ടൈപ്പ് ജാക്കറ്റ്, അതുപോലെ ബെൽറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം പൈസ കളയാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ഫിറ്റ് ആവാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. യു ആർ വാച്ചിങ് AD Fitness. I am Dilshad, signing out.